കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടും കൂടി ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം. ഇന്ത്യയുടെ സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വക്താവായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വാക്കുകളാണ്. സ്ട്രൈക്കർ കോച്ചിങ്ങിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നെഹ്റുവിനെ കുറിച്ച് 2 ക്ലാസ്സുകൾ ചെയ്തിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഏറ്റവും മുകളിലായി ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, കാണാത്തവർ പോയി കാണണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ചാപ്റ്ററിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. LDC സിലബസിനകത്ത് പ്രത്യേകം പഠിക്കാനുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഈ ഒരു കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക കലാ സാംസ്കാരിക മേഖലകളിലെ പുരോഗതികൾ നമ്മൾ എന്താക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തിലൂടെയാണ് പഠിക്കുന്നത്. അതല്ലാതെ വെറും പ്രധാനമന്ത്രിമാരെ കുറിച്ച് മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും ഉപകാരപ്പെടുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ ഞാൻ ഏകീകരിച്ച് നിങ്ങൾക്ക് തരുന്നത്. അപ്പം എന്താക്കുക, മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ അത് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ടു. ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്താക്കിയാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. സാധാരണ സയൻസ് ഭാഗങ്ങളൊന്നും ഞാൻ ക്ലാസ് എടുത്തിട്ട് പരിചയമില്ല കുട്ടികൾക്ക് ഓഫ്ലൈന്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന മെത്തേഡ് ബുക്ക് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് എൻ്റെ ഓഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ. എന്നാൽ അതിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഞാൻ പ്രതീക്ഷിക്കാത്ത വീഡിയോ ഒക്കെയാണ് നിങ്ങളുടെ നല്ല റെസ്പോൺസ് കിട്ടാറ്. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ, അതുപോലെ നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിരുന്ന ക്ലാസ്സുകളൊന്നും അത്ര വ്യൂ കിട്ടാറില്ല. എന്തായാലും LGS പരീക്ഷയ്ക്ക് മുഴുവൻ സിലബസിലെ ഭാഗങ്ങളും നമ്മൾ എന്താക്കും, ഒരു പ്ലേലിസ്റ്റ് LGS കോഴ്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് അപ്ലോഡ് ചെയ്യും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 70% കണ്ടന്റും അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇതെൻ്റെ ഉറപ്പാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പഠനം, ഒരു ദിവസം ടോപ്പിക്കുകൾ തന്നിട്ടുള്ളൊരു പഠനം, എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുക എന്ന രൂപത്തിലുള്ളൊരു പഠനം ആരംഭിച്ചിരുന്നു. എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാണത്. വളരെ തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ആദ്യം തൊട്ടേ കാണുന്ന വളരെ കുറച്ച് പേര്, വിരലെണ്ണാവുന്ന ആളുകൾ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അവരോടായിട്ട് പറയുകയാണ്, അതുപോലെ പുതുതായിട്ട് കാണുന്നവരോടും കൂടി. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ബാക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഡിലേ വരും. ഒരു ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അത് നിങ്ങൾ പല ചാനലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അത് ഒരുപാട് ടീം വർക്കാണ്. നമ്മുടെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ചാനൽ കൊണ്ടുപോകാൻ ഒരു ടീം വേണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ചാനൽ റീച്ചൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ആ രൂപത്തിൽ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് പല സുഹൃത്തുക്കളുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചത്, ദിവസവും 2 വീഡിയോകൾ. അത് കറണ്ട് അഫേഴ്സ് ക്ലാസ് ഉൾപ്പെടില്ല. കറണ്ട് അഫേഴ്സ് ചില ദിവസങ്ങളിൽ കറണ്ട് അഫേഴ്സ് ഉണ്ടാവും, അധിക ദിവസങ്ങളിലും കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് കൂടാതെ 2 ക്ലാസ്സുകൾ, ഒന്ന് LDCയുടെ പ്രത്യേകം ഒരു സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, LDCയുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ, അതിൽ കായികം, കലാ സാംസ്കാരികം തുടങ്ങിയ മേഖലകൾ LGS പരീക്ഷയ്ക്കും വേണ്ടതാണ്. അതുപോലെ LGSന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ റിവിഷൻ എന്ന രൂപത്തിൽ ക്ലാസ് എടുത്തു തരും. ഈ LGSന്റെ സിലബസിന്റെ പ്രത്യേകത LDC, ഡിഗ്രി, പോലീസ് പോലെയുള്ള പരീക്ഷകൾക്ക് വരുന്ന ഭാഗമാണ്. LGSന് പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, എല്ലാ സിലബസും സെയിം തന്നെയാണ്. എന്നാൽ ചില മാറ്റങ്ങളുണ്ട്. നമ്മുടെ കേരള ചരിത്രം എടുക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ എന്തില്ല, ലാസ്റ്റ് പരീക്ഷയിൽ വരുന്നില്ല. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചില മാറ്റങ്ങളുണ്ട്. അങ്ങനെ സുപ്രധാന നിയമങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ LDC പരീക്ഷയും LGSന്റെ GK സിലബസും തമ്മിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് 2 പ്ലേലിസ്റ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് പ്ലേലിസ്റ്റുകൾ നിങ്ങൾ തിരഞ്ഞു പോകണ്ട. LDCക്ക് പഠിക്കുന്ന ആളുകളും LGSന് പഠിക്കുന്ന ആളുകളും അത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഇനി ഉണ്ടാവണം. നിരന്തരം ക്ലാസ്സുകൾ, ദിവസവും 2 ക്ലാസ്സുകൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ആ രൂപത്തിൽ നമുക്ക് പോകാം. നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായ ആളുകൾ എന്താക്കുക, ടെലിഗ്രാം ചാനലിൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിവസവും അപ്ലോഡ് ചെയ്യും വീഡിയോകൾ. എല്ലാ ദിവസവും നിങ്ങൾക്ക് 10 ചോദ്യം, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ആഴ്ചയിൽ ഒരു എക്സാം നടത്തും. അതുപോലെ ദിവസവും 10 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിനും അതുപോലെ മറ്റു തരം എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ആ ടെലിഗ്രാം ചാനലിനകത്ത് ലഭിക്കും. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട ഞാൻ തയ്യാറാക്കുന്ന മെറ്റീരിയലൊക്കെ ടെലിഗ്രാം ചാനലിനകത്ത് ഉൾപ്പെടുത്തും. അതും കൂടി പറയുകയാണ്. ഇത്രയും ഒരു ലെങ്ത് തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചില്ല. എന്നാലും നിങ്ങൾ പലരും നല്ല സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.
സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി. ശാസ്ത്രി ജനിച്ച വർഷവും തീയതിയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ തുടങ്ങുകയാണ് ക്ലാസ്. 1904 ഒക്ടോബർ 2 വാരാണസി, അന്നത്തെ കാശിയിലാണ് ആര് ജനിക്കുന്നത്? ശാസ്ത്രി ജനിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മസ്ഥലം വാരാണസി. പഠിച്ചു വെച്ചോളുക. ആ ദിവസം PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വർഷം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ്? ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ കേരള നവോത്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ AK ഗോപാലൻ ജനിച്ച ദിവസം ഒന്ന് ആലോചിച്ച് വെക്കുക. AKജിയെ അദ്ദേഹത്തിന്റെ അമ്മ പ്രസവിച്ച അല്ലെങ്കിൽ ജന്മം നൽകിയ ദിവസവും നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ച ദിവസവും, അതായത് ഒരു ദിവസത്തിന്റെ വ്യത്യാസമാണുള്ളത്. 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചു. PSC ചോദിച്ചിട്ടുണ്ട്, ഗാന്ധി ജയന്തി ദിനത്തിൽ ജനിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ശാസ്ത്രി. അപ്പൊ 1904 ഒക്ടോബർ 1 AKജി ജനിച്ചതും ഒക്ടോബർ 2 ശാസ്ത്രി ജനിച്ചതും. ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കുക. കിട്ടിയല്ലോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7 വർഷങ്ങൾ ആദ്യം നോക്കാം, ഓടിച്ചിട്ട് നോക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വസ്തുതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒന്ന് ഓടിച്ചിട്ട് ഏതൊക്കെ വർഷങ്ങളാണെന്ന് നോക്കാം. 1952 ഇന്ത്യ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പം നെഹ്റു എന്ന് പറയുന്ന ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഒരുപാട് ഫാക്ട് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ഓക്കെ. 52 റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ശാസ്ത്രി. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രി എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അത് ജോൺ മത്തായി ആണ്. അത് 47 മന്ത്രിസഭയിലെ നെഹ്റുവിന്റെ ആദ്യ മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രി നമ്മുടെ മലയാളിയായ ജോൺ മത്തായി ആയിരുന്നു. എന്നാൽ 52 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം വന്ന മന്ത്രിസഭയിലെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രി ആരാടോ? രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശാസ്ത്രിയാണ്. അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. നമ്മുടെ ജോൺ മത്തായി പറഞ്ഞ കൂട്ടത്തിൽ എന്താക്കുക? വെറുതെ ഒന്ന് ശാസ്ത്രിയെ കുറിച്ച് ആലോചിച്ച് വെക്കുക. അപ്പൊ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആരാടോ? അതാരാണ്? അശ്വിനി. നമ്മൾ പഠിച്ചിരുന്നു. അശ്വിനി വൈഷ്ണവ്. ഒരു കോഡൊക്കെ ഒരുപാട് കോഡുകൾ അന്ന് പഠിച്ചിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 6ഓളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് കേന്ദ്ര മന്ത്രിസഭ കോഡ് രൂപത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. രസകരമായി പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു അംഗത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അതും പഠിച്ചോളണം നിങ്ങൾ. അപ്പോൾ അശ്വിനി വൈഷ്ണവാണ് ഇപ്പോഴത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി. ആദ്യത്തെ ജോൺ മത്തായി. നമ്മുടെ 52 ഇപ്പം പഠിച്ചത് ശാസ്ത്രി. ക്ലിയർ ആണല്ലോ. നോക്കാം അടുത്ത വർഷം 1961. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്ന വർഷമാണ് 61 കേട്ടോ. നമ്മുടെ അന്നത്തെ GB പന്തിന് ശേഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി വന്നു. ആദ്യ ആഭ്യന്തരമന്ത്രി ആരായിരുന്നോ? നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച്. അപ്പോൾ 61 ശാസ്ത്രി എന്തായി? ആഭ്യന്തരമന്ത്രിയായി. അതും പഠിച്ചു വെക്കുക. 1965 വളരെ രസകരമായ ഒരു കോഡ് നമ്മൾ പഠിച്ചിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം എന്തൊക്കെയാണ്. നമ്മൾ ഉണ്ടാക്കിയ കോഡൊന്നുമല്ല. കേരളത്തിലെ PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കോഡല്ലേ? KSRTC ബസ്സിൽ പട്ടാളക്കാരായ BSFകാർ ഇന്ത്യക്കാർ ചാടി വെക്കുകയും ഡയറി മിൽക്ക് തിന്നുന്നും അതുപോലെ ഓടക്കുയിൽ വിളിച്ചെന്നും ചെമ്മീനൊക്കെ ഉള്ള ഒരു കഥയില്ലേ? അപ്പോൾ ആ ഒരു വർഷം 65 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡൊക്കെ വന്ന വർഷമല്ലേ? അപ്പോൾ പഠിച്ചോളുക. ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാമത് യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1965 ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. 64 വരെ നമ്മൾ പഠിച്ചു. നെഹ്റു മരണപ്പെട്ടു 64 ശേഷം പ്രധാനമന്ത്രിയായി വന്ന ആരാണ്? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലേ? YB ചവാൻ ആയിരുന്നു പ്രതിരോധ മന്ത്രി. ചോദിച്ചിട്ടുണ്ട് PSC. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, പഠിച്ചോളുക. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ആരായിരുന്നു പ്രതിരോധ മന്ത്രി? YB ചവാൻ. ആരാടോ? YB ചവാൻ ആണ് പ്രതിരോധ മന്ത്രി. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ക്ലിയർ. നോക്കൂ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ബുക്കിൽ കാണാൻ കഴിയില്ല, എന്നാൽ PSC ചോദിച്ചതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ഒരു പ്രകോപനം, പാകിസ്ഥാന്റെ നുഴഞ്ഞു കയറ്റമായിരുന്നു. കാശ്മീർ പാകിസ്ഥാന്റെ കശ്മീരിന്റെ കീഴിലുള്ള പ്രദേശത്തേക്ക് ഓപ്പറേഷൻ ജിബ്രാൾട്ടൺ. അന്ന് ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ജിബ്രാൾട്ടൺ. പഠിച്ചോളുക. നമ്മുടെ അന്നത്തെ അഖ്നൂർ എന്ന് പറയുന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു. അഖ്നൂർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യാഹ്യ ഖാൻ പട്ടാള മേധാവി പാകിസ്ഥാന്റെ അദ്ദേഹത്തെ തുരത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം വിജയം നേടിയ യുദ്ധമായിരുന്നു 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. YB ചവാനാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. പഠിച്ചോളുക. അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ക്ലിയർ ആണല്ലോ. അടുത്ത വർഷം നോക്കാം.
1966 ജനുവരി 10 100-ൽ കൂടുതൽ തവണ PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1966 പഠിച്ചോളുക. അറിയാത്തവർ ജനുവരി 10 ആ ഡേറ്റ് വരെ കൃത്യമായിട്ട് പഠിച്ചോളുക. താഷ്കന്റ് കരാർ 66 ജനുവരി 10 താഷ്കന്റ് കരാർ. ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായ താഷ്കന്റ്. ആ താഷ്കന്റിൽ വെച്ചിട്ട് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും നമ്മുടെ ഇന്ത്യൻ PM ലാൽ ബഹദൂർ ശാസ്ത്രിയും USSR റഷ്യ അന്നത്തെ USSRന്റെ അവിടുത്തെ ഭരണാധിപൻ ആരായിരുന്നു? കോസിഗിൻ. അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കണം. USSRന്റെ കോസിഗിന്റെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കരാറ്, ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം. ഒരു കൊച്ചു കുരുവി, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നുണ്ട്. അതിന്റെ പിറ്റേ ദിവസം പുലർച്ചെ അദ്ദേഹം മരണപ്പെടുകയാണ്. താഷ്കന്റിൽ വെച്ചിട്ട് ഇന്ത്യക്ക് പുറത്ത് വെച്ച് മരണപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. ചോദ്യം പിടിച്ചോളണം കേട്ടോ. എന്താണ്? ഇന്ത്യക്ക് പുറത്ത് മരണപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയും അവസാനത്തെ അദ്ദേഹം തന്നെ. ഇതുവരെ വേറെ ആരും പുറത്തുനിന്ന് മരണപ്പെട്ടില്ല. അപ്പം പഠിച്ചോളുക. താഷ്കന്റിൽ വെച്ച് മരണപ്പെട്ടു ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 11. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ പോയിന്റ് കൂടിയും, 1900 അദ്ദേഹം മരണപ്പെട്ട അതേ വർഷം 66-ലാണ് ഭാരതരത്ന ലഭിക്കുന്നത്. ഭാരതരത്നയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ചോദ്യം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? അത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ചു. ഇനി നമുക്ക് ആദ്യം പഠിച്ച ആ ഒരു വർഷം 1904 അല്ലേ? അതെ, 20-ാം നൂറ്റാണ്ടല്ലേ 1904 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തിയും ആരാണ്? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തി. ഇത്തരത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് ആലോചിക്കുമ്പോൾ ഇനി പഠിച്ചു വെക്കേണ്ട PSC ചോദിച്ച കുറച്ച് ഫാക്റ്റ് ഉണ്ട്, അതൊന്ന് പറഞ്ഞു തരാം. ഹിന്ദി ചീനി ബായി ബായി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ് ഹിന്ദി ചീനി ബായി ബായി. അതുപോലെ PSC ഒരുപാട് തവണ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. ജയ് ജവാൻ ജയ് കിസാൻ. നമ്മുടെ ജവാന്മാരെ അതുപോലെ തന്നെ നമ്മുടെ കർഷകരെ വളരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ മുദ്രാവാക്യം, അദ്ദേഹത്തിന്റെ കോട്ട് എന്താണ്? ജയ് ജവാൻ ജയ് കിസാൻ. പഠിച്ചോളുക. ആരുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രിയുടേത്. ഇത് പഠിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ, അത് മറ്റൊരു പ്രധാനമന്ത്രിയോടാണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ AB വാജ്പേയി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? AB വാജ്പേയിയുടേതാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ AB വാജ്പേയി. അത് പഠിച്ചല്ലോ, വിജ്ഞാൻ വാജ്പേയി. അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ്. അതും കൂടി ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. ശാസ്ത്രിയുടെ പേരിലുള്ള 2-3 സ്ഥാപനങ്ങളുണ്ട്, അതും പഠിക്കണം. ലാൽ ബഹദൂർ ശാസ്ത്രി IAS അക്കാഡമി, മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറി ഇല്ലേ? ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറിയിലാണ് IAS അക്കാഡമി. ആരുടെ പേരിലുള്ള? ശാസ്ത്രിയുടെ പേരിലുള്ള സ്റ്റേഡിയം എവിടെയാണ്? ഹൈദരാബാദ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ഹൈദരാബാദ് ആണ്. അതും പഠിച്ചു വെക്കണേ. 2 ചോദ്യങ്ങളാണ് PSC ചോദിച്ചാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ഹൈദരാബാദിലും ഏതാണ്? IAS അക്കാഡമി മസൂറിയിലുമാണ്. അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് വിജയ് ഘട്ട് എന്നാണ്. എന്താണ് വിജയ് ഘട്ട്? കാരണം അദ്ദേഹം അവസാനം മരണപ്പെട്ട സമയത്ത് വരെ ഒരു താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടാണ് അദ്ദേഹം വിജയിക്കുന്നത് എന്ന് ആലോചിച്ച് വെക്കുക. വിജയ് ഘട്ട് എന്നറിയപ്പെടുന്നത് ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള കാര്യങ്ങൾ. 65-ൽ ആ ഒരുപാട് കാര്യങ്ങൾ നടന്നില്ലേ? അതൊക്കെ ആലോചിച്ച് വെക്കണേ. BSF ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇതൊക്കെ വന്ന വർഷം ഇനി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ താഷ്കന്റ് കരാർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ശാസ്ത്രിയെ കുറിച്ച് പഠിക്കാനുള്ളത്.